ഗാസയിലെ ജനങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന രീതിയാണ് ഇസ്രയേൽ സൈന്യം നടത്തുന്നത്. 1.5 ലക്ഷത്തോളം ജീവനുകളെയാണ് ഇല്ലാതാക്കിയത്. ഗാസയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന സയനിസ്റ്റ് ഭരണകൂടം ഇതുവരെ 50,021 ആളുകളെ വധിച്ചതായാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ. കൂടാതെ 1,13,274 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത മരണങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ മരണങ്ങളുടെ എണ്ണം ഈ കണക്കിലും കൂടുതലാണ്. കുഞ്ഞുങ്ങൾ മാത്രം 17,000-ഓളം പേരാണ് മരണമടഞ്ഞത്. 11,000 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഖാൻ യൂണിസിലെ നാസർ ആശുപത്രി ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ബർഹൂം ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഗാസയിലെ അൽ മഫാസിയിലെ ഒരു ടെന്റിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ 2ാമത്തെ അംഗമായ സലാഹ് അൽ ബർദാവിലിനെ കൊലപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ കൊലപാതകം. മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്.